ഇവിടെ തനിക്ക് ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലാവാത്തത്? ഞാനൊരു ബിസിനസ് ഫാമിലിയിലുള്ള ആളാണ്. താനും അങ്ങനെ ബിസിനസ് ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അപ്രോച്ച് ചെയ്തത്. താനിത് ചുമ്മാ ഒരുമാതിരി NGO, സാമൂഹിക സേവനം, സോഷ്യൽ വർക്ക്, യാത്രകൾ. എൻ്റെ താരം എനിക്കൊന്നും വർക്കാവണില്ല സീരിയസ്ലി. ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച ഒന്നുമല്ല എനിക്ക് റിലേഷൻഷിപ്പ് നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളുടെ ക്യാരക്ടേഴ്സ് ഒന്നും അലൈൻ ആവാനായിട്ട് കുറച്ചുകൂടി സമയം എടുക്കൂല. താര, ഈ ലോകത്ത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചേഞ്ച് ആവാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ചേഞ്ച് ആവുകയാണെങ്കിൽ അത് വെറും ടെമ്പററി ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം അയാൾക്കത് മടുക്കും. സോ പ്ലീസ്. ഞാൻ മനു മനോഹർ, കീർത്തനയുടെ കസിൻ. ഓ, കീർത്തന പറഞ്ഞായിരുന്നു. താര ഇല്ലയോ? ആ, ഞാനങ്ങ് ബാംഗ്ലൂരാ. ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഇറങ്ങും. കുറേ നാളെ കൊച്ചി വന്നിട്ട്, അതുകൊണ്ട് കൊച്ചിയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, പോകണം. എന്തായാലും കീർത്തന വരാൻ 1 മാസം എടുക്കുന്ന പറഞ്ഞു. ആ 1 മാസം ഞാനിവിടെ ഉണ്ടാവും. ഇതെന്തു പറ്റി? പരിചയക്കുറവായതുകൊണ്ട് സ്കിന്ന് മാത്രമേ മുറിഞ്ഞുള്ളൂ. ഇനി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ, എന്താ സംഭവം? ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. തൻ്റെ കാര്യങ്ങളൊന്നും തനിക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ല. ഇപ്പം തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും കണ്ടില്ലെങ്കിലും നമ്മൾ ഈ കണ്ണാടിയോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ചുമ്മാ നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ, അത് തനിക്കില്ല. തൻ്റെ ജീവൻ രക്ഷിച്ച ഒരാളെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ചോദിക്കുക, എന്താ സംഭവം? അല്ല, ഇപ്പം എല്ലാം ഒന്ന് തുറന്ന് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു? റിലീഫുണ്ട്. ആ, അതാണ് സാധാരണ ഈ ബ്രേക്കപ്പ് ആവുന്നവരോടെ എല്ലാവരും പറയുന്ന സ്ഥിരം ക്ലീഷേ ഡയലോഗ്സ് ഉണ്ട്. നിന്നെ വേണ്ടാത്തവരെ നിനക്കെന്തിനാ, അവർ പോയത് നന്നായി, കല്യാണം കഴിഞ്ഞാണ് അവർ പോയിരുന്നെങ്കിലോ. ഒരു കാര്യമില്ല, ബ്രേക്കപ്പേ കരഞ്ഞ് തന്നെ തീർക്കണം, അല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ച് തീർക്കണം. എന്തായാലും കുറേ ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു. ലവന് എൻ്റെ ഇടി വല്ലതും കൊടുക്കണോ? ഒന്നും വേണ്ട. കൊടുക്കണമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടൊന്നും പറ്റൂല. ചിരിച്ചു, ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, ഞാൻ യാത്രയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് വെക്കാൻ അടുക്കളയിൽ കോഫി ഇടാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ട് തരാം. ഞാൻ ഇട്ടോളാം. ഞാനൊരു കോഫി ഇട്ടിട്ട് വരാം. കീർത്തന. എടി, മനു വന്നോ? വിളിച്ചിട്ടിട്ടുന്നില്ല. ആ, വന്നു. അടുത്തുണ്ടോ? ഇല്ല, കിച്ചണിലാ. കൊടുക്കണോ? ഏയ് വേണ്ട. പിന്നെ അവനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്തു പറ്റി? വല്ല കുഴപ്പക്കാരനുമാണോ? ഏയ് അവൻ പാവാ. പിന്നെ അവൻ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വന്നതൊന്നല്ല. പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നതാ. എന്ത് ട്രീറ്റ്മെന്റ്? ബ്രേക്കപ്പ് ആയിട്ട് സൂസൈഡ് ചെയ്യാൻ നോക്കി. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നതാ. ഞാൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. അവനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ശ്രദ്ധിച്ചേക്കാം. മനുവിന് അഫെയർ ഒന്നും ഉണ്ടായിട്ടില്ലേ? ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുടെ മനഃശാസ്ത്രം എങ്ങനെ അറിയാന്നാ പറഞ്ഞേ? അല്ല, നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ അറിയാം. ഓ ഓ, കുറച്ചു നേരം മുമ്പ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ്. പക്ഷെ ആ കാരണങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു 10% പോലും വിഷമം എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് റിലാക്സ്ഡാ. അതിന് താനാ കാരണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ഷെയർ ചെയ്യാൻ ആരെയും കിട്ടിയില്ലെന്നുണ്ടല്ലോ, നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പണ്ടാറ വണങ്ങും. അന്നേരം ഇങ്ങനത്തെ തോട്ടിലോട്ടൊക്കെ പോകുന്നത്.
നമുക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയാലുണ്ടല്ലോ നമ്മൾ ഈ വേണ്ടാത്ത ചിന്തകളിലോട്ടൊന്നും പോകത്തില്ല. ഓ, അങ്ങനെ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തോണ്ടായിരിക്കും മനു സൂസൈഡ് ചെയ്യാൻ നോക്കിയത് അല്ലേ? അറിഞ്ഞു അല്ലേ? ഉം. താൻ ഈ കാര്യത്തിൽ ഓൾറെഡി ഫെയിൽ ആയതാ, എന്നിട്ടും എന്റെ കോൺഫിഡൻസോട് കൂടിയാണോ താൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തത്? അത് ഫെയിലർ ആയ ഒരാൾക്ക് മാത്രമേ ഫെയിലർ ചെയ്യുന്ന അയാൾ എങ്ങനെ സക്സസ് ആയിന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചോദിക്കേണ്ടത് ഫെയിലർ ചെയ്യുന്ന സക്സസ് ആയവരോടാണ്. എന്നാലേ ആ ഫെയിലർ ചെയ്യുന്ന സക്സസിലോട്ടുള്ള വഴി നമുക്ക് മനസ്സിലാവും. താൻ അങ്ങനെ സക്സസ് ആയി നിൽക്കുകയാണെങ്കിൽ എനിക്കും കൂടി അതൊന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ പൂർണ്ണമായിട്ട് സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിലേക്കുള്ള യാത്രയിലാണ്. വേണമെങ്കിൽ കൂടെ കൂടിയോ? ആയിക്കോട്ടെ. ആ, അപ്പൊ ഇനി മുതൽ സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, ഒന്നുമില്ല. ഓൺലി ഹാപ്പിനെസ്. കനവിൽ പുതുതായി വന്നേ ഈ പകലിൻ കൂട്ടിൽ കൂടാം. കനവിൽ പുതുതായി വന്നേ ഈ പകലിൻ കൂട്ടിൽ കൂടാം. മായാജാലം അറിയുന്നെന്നിൽ അതിരില്ലെങ്കിൽ പടർന്നു പകരാമേ. എന്തിനോ കാത്തുനിന്നതോ ഇന്നിതാ തേടി വന്നതോ. എന്തിനോ കാത്തുനിന്നതോ ഇന്നിതാ തേടി വന്നതോ. സുഗന്ധം പോലൊരേ ഹൃദയം വിരിഞ്ഞുയരേ. മായാജാലം അറിയുന്നെന്നിൽ അതിരില്ലെങ്കിൽ പടർന്നു പകരാമേ. എന്തിനോ കാത്തുനിന്നതോ ഇന്നിതാ തേടി വന്നതോ. എന്തിനോ കാത്തുനിന്നതോ ഇന്നിതാ തേടി വന്നതോ. എടോ, ഉം. തന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ബ്രേക്കപ്പ് ആയത്? സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഉം. ഞാൻ 90s ആള് 2K. ഓ, പിന്നെ ഓപ്പണായിട്ട് പറയാമല്ലോ, ഒരു IT പ്രൊഫഷണലൊക്കെ പറഞ്ഞപ്പോൾ ഇതിനേക്കാളും വലിയൊരു ലൈഫ് ഞാൻ മനോന്ന് എക്സ്പെക്റ്റ് ചെയ്തത്. അതുമാത്രമല്ല, വേറെ കുറേ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡേറ്റിംഗ് എനിക്ക് വർക്കാവുന്നില്ല. ഡേറ്റിങ്ങോ? അപ്പൊ നമ്മൾ പ്രേമിക്കുമല്ലായിരുന്നു? ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു അമ്മാവൻ മൈൻഡ് സെറ്റ് എനിക്ക് പറ്റത്തില്ല. ഡേറ്റിങ്ങിന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് ഇത് ആത്മാർത്ഥ പ്രേമം, മറ്റേയാൾക്ക് വർക്കായില്ലെങ്കിൽ ഇട്ടേച്ച് പോകാനുള്ളൊരു ഡേറ്റിങ്ങും ആണെങ്കിൽ അതിച്ചിട്ട് കുഴപ്പമാണ്. താൻ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നത് എനിക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല. ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ലൈഫ് അങ്ങ് വേണ്ടാന്ന് നോക്കുമായിരിക്കും. എന്നാലും ഇനി തൻ്റെ കാല് പിടിക്കാൻ ഞാൻ പറ്റില്ല. നമ്മളൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കൂ. വേറെ ചിലർ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അത് കിട്ടുന്നില്ല എന്നറിയുമ്പോൾ പാതി വഴിക്ക് ചിട്ടേച്ച് പോവുകയും ചെയ്യും. താനും അങ്ങനെ ബിസിനസ് ഫാമിലി ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അപ്രോച്ച് ചെയ്തത്. ഓപ്പണായിട്ട് പറയാം, ഞാൻ ആഗ്രഹിച്ച ഒന്നുമല്ല എനിക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളൊക്കെ റിലേഷൻഷിപ്പിൽ നിന്ന് സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കൂ. വേറെ ചിലർ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വരുന്നത്. നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ട്. ഈ
ഉണ്ട്. ഈ ഒരു കണക്ഷൻ ലൈഫ് ലോങ് തുടരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നന്നായിരിക്കും. വളരെ നല്ല തീരുമാനം. നീ എന്താ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? എന്തേ പ്രപ്പോസ് ചെയ്താല് നല്ല കാര്യം, പോയി ചെയ്യും. പോവാ. എനിക്ക് വട്ടാന്ന് വിചാരിക്കും അയാള്. കുറച്ചു നാൾ മുമ്പ് ഒരു പ്രേമം പൊട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയത്. ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങേരെ കയറി പ്രപ്പോസ് ചെയ്ത് അയാൾ വിചാരിക്കും എനിക്ക് ഇത് തന്നെയാ പണിയെന്ന്. അങ്ങനെ വിചാരിക്കോ? വിചാരിക്കില്ലേ? അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ടിപ്പിക്കൽ തോട്ടൊന്നും നമുക്ക് വേണ്ട. പൈസ കടം ചോദിക്കാനൊന്നുമല്ലല്ലോ പോകുന്നേ. പ്യുവർ ലവ്, ഇഷ്ടമാണെന്ന് പറയാനല്ലേ പോകുന്നേ. അതുകൊണ്ട് രാവിലെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് പോയി ഇഷ്ടം പറഞ്ഞാട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ വന്നപ്പോൾ താൻ നല്ല ഉറക്കമായിരുന്നു. അതാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചേ. ഞാൻ തിരിച്ചു പോവാണ്. കുറേ ദിവസമായില്ലേ വന്നിട്ട്. 2-3 ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു പോകുന്ന കാര്യം. ഇന്നലെ രാത്രി ഓഫീസിൽ നിന്ന് വിളി വന്നു. ഒരു ചെറിയ എമർജൻസി. തൻ്റെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ നമ്പർ അല്ലേ വേണ്ട, എൻ്റെ നമ്പർ ഞാൻ തരുന്നില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും ദൈവനിയോഗം പോലെ കണ്ടുമുട്ടുന്നെങ്കിൽ കാണട്ടെ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. വേണ്ടാത്ത കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ. ബൈ. എന്നൊന്നും പറഞ്ഞിട്ട് പോവായിരുന്നു. എനിക്കിഷ്ടാന്നുള്ളതൊന്നും കേട്ടിട്ടെങ്കിലും പോവായിരുന്നില്ല. എന്നാ പറഞ്ഞു. എന്തോ പറയാനുണ്ടെന്ന് കേട്ടു. അത് ഒന്നും പറയണ്ട. വന്നോ. എന്തിനോ കാത്തുനിന്നതോ, ഇന്നിതാ തേടി വന്നതോ.